ഹായ് എവരി വൺ, വെൽക്കം ടു മദേഴ്സ് ഡയറി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കടച്ചക്ക ചിക്കൻ റോസ്റ്റാണ്. കടച്ചക്കയും ചിക്കനും വെച്ചിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു പകുതി കടച്ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഒരു മീഡിയം സൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ഒരു മീഡിയം സൈസായിട്ട് നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഈ റെസിപ്പി എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ സാധാരണ ചിക്കൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചിക്കൻ ഉണ്ടാക്കി അതിലേക്ക് കടച്ചക്ക ആഡ് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ ചേർക്കുന്ന മസാല കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചേർക്കണം. അപ്പോൾ നമ്മൾ കടച്ചക്ക ആഡ് ചെയ്യുന്നത് കൊണ്ട് അതിലും കൂടി മസാല പിടിക്കണമല്ലോ. അങ്ങനെയുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് പാൻ വയ്ക്കാം. പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ചധികം ഓയിൽ ഒഴിക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം.
മസാലയായിട്ട് നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ കടച്ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ടിട്ട് കടച്ചക്കയും കൂടി ഇട്ട ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ കടച്ചക്കയും ചിക്കനും ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പ് എടുക്കാം. എന്നിട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കടച്ചക്കയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മസാലയൊക്കെ നല്ല പുരണ്ടിരിക്കുന്ന ഈ ചിക്കൻ റോസ്റ്റ്, കടച്ചക്ക ചിക്കൻ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.